വിഷ്ണു സാറ് വിവാഹം നിശ്ചയിച്ചിട്ട് ഈ മണിയെ ക്ഷണിച്ചില്ല. ഭായി ആരെയും ക്ഷണിച്ചിട്ടില്ല. അയ്യോ, എല്ലാരും പോലെയാണോ ഞാൻ? ഒന്നുമല്ലേലും ഞാൻ സാറിന്റെ ഒരു ബിനാമിയല്ലേ? സാറിന്റെ വിവാഹ തട്ടിപ്പ് കേസിന്റെ ബിനാമി. നിനക്കിപ്പോ എന്താ വേണ്ടത്? സാറ് എന്നെ കല്യാണത്തിന് ക്ഷണിക്കും. ഇത് പറയാനാണോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വിളിച്ചു വരുത്തിയത്? അല്ല സാറേ, സാറ് പറ, എന്നെ കല്യാണത്തിന് ക്ഷണിക്കൂലേ? ഇല്ല. ഇല്ലേ? ആണോ സാറേ? ക്ഷണിക്കില്ലേ? എന്താ? അല്ല, നടക്കാത്ത കല്യാണത്തിന് ഒരു പിടി ചോറുണ്ടാവെന്ന് വിചാരിച്ചത് വെറുതെ ആയി പോയല്ലോ എന്ന് ഓർത്ത് ചിരിച്ചതാ. നടക്കാത്ത കല്യാണം അത് നീയാണോ തീരുമാനിക്കുന്നത്? തൽക്കാലം ഞാനാ സാറേ തീരുമാനിക്കുന്നത്. വിഷ്ണുവർദ്ധന്റെയും മീരയുടെയും വിവാഹം നടക്കണമോ എന്ന് തൽക്കാലം തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാ. നിനക്കൊന്നും ഈ വിഷ്ണുവർദ്ധന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ സാറിന് തോന്നുക. അത്ര ചങ്കൂറ്റുള്ളവനാണെങ്കിൽ നീ ഒന്ന് തടുക്ക. സാറേ, ഷർട്ടെന്ന് വിട് സാറേ, ഷർട്ടെന്ന് വിടുന്നേ. നമ്മൾ തമ്മിൽ കാണുമ്പോ ഈ കോളറെ പിടിക്കുന്നത് എന്തിനാ സാറേ? എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശമൊന്നുമില്ല. എന്റെ കയ്യിലൊരു സാധനമുണ്ട്. എന്ത് സാധനം? ഒന്ന് വിൽക്കണം സാറേ. ആദ്യം സാധനം എന്താണെന്ന് പറ. സാറ് അന്വേഷിക്കുന്ന സാധനം തന്നെയാ. ഞാൻ ഒന്നും അന്വേഷിക്കുന്നില്ലല്ലോ സാറേ. അത് ചുമ്മാ. കഴിഞ്ഞ ദിവസം രാത്രിയില് സാറ് വർമ്മ സാറിന്റെ വീട്ടിലോട്ട് ഒരാളെ വിട്ടില്ലേ? ഞാനോ? ആ വീട്ടിൽ നിന്നൊരു സാധനം പൊക്കാൻ വേണ്ടി നിക്കുന്നുണ്ടല്ലേ തള്ളൻ, ഒന്നും അറിയാത്ത പോലെ. മെയിൻ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്ത് മുഖം മൂടിയൊക്കെ വെച്ച് എന്നിട്ട് ആ സീഡിക്ക് പോലെ എന്താ കിട്ടിയേ? ഇടിയും മേടിച്ചോണ്ട് തിരിച്ചു വന്നില്ലേ? സാർ ഓർക്കുന്നില്ലേ? സാറേ, ആ സീഡി സാർ അന്വേഷിച്ചാൽ കിട്ടില്ല. അതെവിടെയുണ്ട്? ഓ, അത് ഭദ്രമായിട്ടൊന്ന് ഇരിപ്പുണ്ട് സാറേ. എവിടെ? ഓ, എന്റെ സാറേ, തിടുക്കം കൂട്ടരുത്. അത് എവിടെ ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടണം. സാറേ, ഒന്ന് മറിക്കാം. വാശി പിടിക്കരുത് സാറേ. വാശിക്ക് ഇത്തിരി കാശ് കൂടും. പറ, നിനക്ക് എത്ര ലക്ഷം രൂപ? ലക്ഷമോ? നിനക്ക് എത്ര വേണമെന്ന് പറ. എന്താ? 1 കോടി. 1 കോടി? 1 കോടി. വേണ്ടെങ്കി വേണ്ട സാറേ. കോടികൾ വിലമതിക്കുന്ന വർമ്മ സാറിന്റെ സ്വത്ത് സ്വന്തമാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം തന്നാ മതി. ഇല്ലെങ്കിൽ ഞാനതങ്ങ് മീരെ ഏൽപ്പിക്കും. നിന്നോട് പറഞ്ഞ സീഡ് പിന്നെയും കോളറെ പിടിക്കുന്നു. എന്റെ സാറേ, കൈയ്യെട്. സാറിന് എന്തെങ്കിലും വേണോ? സാറേ, പറഞ്ഞ കാശ് തരാൻ പറ്റൂ എങ്കിൽ മാത്രം ഞാൻ സീഡി തരാം. ബിസിനസ് ഈസ് ബിസിനസ്. തരാം. എങ്ങനെ? എപ്പോ? എവിടെ വെച്ച്? നീ സീഡിയുമായിട്ട് എപ്പോ വരുന്നോ അപ്പൊ ക്യാഷ്. എവിടെ വെച്ചാ സാറേ? നീ പറയുന്ന സ്ഥലത്ത് വെച്ച്. ശരി സാർ, സ്ഥലം ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഞാനങ്ങോട്ട് സാറേ വരട്ടെ സാറേ. ഭായ്, അപ്പൊ ആ സീഡി മീര കണ്ടില്ലെന്ന് ഉറപ്പായി. നേപ്പാളി, എന്താ ഭായ്? അവനെ ഫോളോ ചെയ്യ. അതെന്തിനാ ഭായ്? അവൻ ആ സീഡി എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയണം. ഇന്ന് തന്നെ അവന്റെ കയ്യിൽ നിന്ന് അത് പൊക്കിയിരിക്കണം. യെസ് ഭായ്, ആ കാര്യം ഞാൻ ഏറ്റു.
എവിടം വരെയായി ത്രേസേട്ടെത്തി മോളുടെ വിവാഹം? ഈ വീടിന്റെ മുക്കിലും മൂലയിലും ഇനിയും കാണും വിലപിടിപ്പുള്ള പല സാധനങ്ങളും. ഹ, അതൊക്കെ കണ്ട് മോൾക്ക് ഭർത്താവിനുണ്ടാക്കാൻ നോക്കിയാ അറിയാലോനെ. എന്റെ മോളുടെ കല്യാണം നടത്താൻ എനിക്ക് ആരുടെ സ്വത്ത് മോഷ്ടിക്കേണ്ട ഗതികേടൊന്നുമില്ല. ആ അടുക്കളപ്പണി എടുത്തിട്ടാണെങ്കിലും അന്തസ്സായിട്ട് തന്നെയാ ഞാൻ എന്റെ മോളെ വളർത്തിയത്. എന്നിട്ടിപ്പൊ എന്തായി? കട്ട മുതല് തൊണ്ടി സഹിതം പിടിച്ചപ്പോ അന്തസ്സും ആഭിജാത്യം എല്ലാം പോയില്ലേ? ഇലനക്കിപ്പട്ടിയുടെ ചെറുനക്കിപ്പട്ടി ഉണ്ടാവുമ്പോ എങ്ങനെ എടുത്തോണ്ട് പോവാനോ? ഭായ് ഭായ് എല്ലാം കണ്ടുപിടിച്ചു ഭായ്. വെയിറ്റ് എന്താ വെയിറ്റ്, എന്താ? നീ വാ. എവിടെ? ഭായ് CD അവളുടെ കയ്യിലുണ്ട്. ആരുടെ? മീരയുടെ? അല്ല, ആ വേലക്കാരിയുടെ. ചിത്രയുടെ കയ്യിലോ? അതെ. നീ കണ്ടോ? ഇല്ല, പക്ഷേ അവളുടെ കയ്യിൽ ഉണ്ടാവാനാണ് സാധ്യത. ഭായ് പറഞ്ഞതുപോലെ ഞാൻ ആ മണിയെ ഫോളോ ചെയ്തു. ഇത് ചിത്രയുമായ മണിക്ക് എന്തോ ചുറ്റിക്കളിയുണ്ട്. ഈ ഒരു ദിവസം തന്നെ 4 തവണ അയാൾ അവളുമായി ഫോൺ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഭായ് 2 തവണ അവർ രഹസ്യമേ കാണുകയും ചെയ്തു. അതുകൊണ്ട് CD അവളുടെ കയ്യിലായിരിക്കാനാണ് കൂടുതൽ സാധ്യത. സെക്യൂരിറ്റീനെ വെച്ചതുകൊണ്ട് കാര്യം ഉണ്ടായില്ലേ? കാര്യം ഉണ്ടാവാൻ പോകുന്നതല്ലേ ഉള്ളൂ. അയാൾ വല്ലതും പറഞ്ഞോ? പറഞ്ഞത് കേട്ടതൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല. നിങ്ങളൊരു ചതിയനാണെന്ന് പറഞ്ഞു. യെസ് യെസ്, അത് അവളുടെ കയ്യിൽ തന്നെ. ശ്രീ വിജയലക്ഷ്മി സിൽസ് അവതരിപ്പിക്കുന്നു വൃന്ദാവനം. മലയാള ഹാസ്യ റിയാലിറ്റി ഷോകളിൽ ചരിത്രം സൃഷ്ടിച്ച്